വെൽക്കം ടു യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മളെ ഡാൻസ് ക്ലാസ് ചെയ്യുന്ന ഒരു ട്രിപ്പ് പോവുകയാണ്. നമ്മളെ സ്റ്റാഫുകളെല്ലാവരും ഇല്ല, ഉള്ളവർ നമ്മൾ അടിച്ച് പൊളിച്ച് പോയി തിരിച്ചു വരും. ബാക്കിയുള്ള കാഴ്ച എടുക്കാം. അവിടെ ആക്കിയിട്ടും രാവിലെ ഒരുങ്ങാൻ നിൽക്കുകയാണ്. ഇത് കഴിഞ്ഞ് നമ്മൾ ഇറങ്ങുന്നതായിരിക്കും. അപ്പം ഞങ്ങൾ യാത്ര തുടങ്ങുകയാണ്. പോയിട്ട് അങ്ങനെ ഞങ്ങൾ കൽപ്പാത്തി കടന്നു വെച്ചു. ഇന്നലെ പാലക്കാട് എത്തിയിട്ട് കൽപ്പാത്തി കാണാൻ പോയില്ലെങ്കിൽ മോശമല്ലേ. പിന്നെ കൽപ്പാത്തി കടന്നു ഞങ്ങൾ ഇറങ്ങി. ഈ കാണുന്നതാണ് കൽപ്പാത്തി തെരുവ്, അഗ്രഹാരം എന്നൊക്കെ പറയും. ഇവിടെ കുറേ ഫിലിം ഷൂട്ട് എടുത്തിട്ടുണ്ട്. അങ്ങനെ കൽപ്പാത്തി രഥോത്സവത്തിനൊക്കെ ഇറക്കുന്ന രഥം നല്ല ഹൈറ്റുണ്ട്, നല്ല കൊത്തുപണികളൊക്കെ ചെയ്ത് നല്ല മനോഹരമായ ഒരു കല. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങി. അമ്പലത്തിൽ കാണുന്ന ഫസ്റ്റ് വ്യൂ ആണത്. ഇനി അമ്പലത്തിലേക്ക് കാഴ്ചകൾ കാണാം. ഞങ്ങൾക്ക് അവിടുന്ന് പ്രസാദം കിട്ടി. നല്ല വിശപ്പുണ്ടായത് കാരണം ഞങ്ങൾ നല്ലപോലെ തട്ടി. ഇതാ കാണുന്നതാണ് പ്രസാദം. രാവിലെയൊക്കെ നല്ല പോളിങ്ങാണ്. അതും കഴിച്ച് ഞങ്ങൾ നേരെ വീണ്ടും യാത്ര തുടർന്നു. ഇപ്പം ഞങ്ങൾ തമിഴ്നാട് ബോർഡർ എത്തിയിട്ടുണ്ട്. നല്ല ഇനിയും കുറേ ദൂരങ്ങൾ സഞ്ചരിക്കാനുണ്ട്. ഞങ്ങൾ വീണ്ടും വൈബിലേക്ക് വീണ്ടും പാട്ടുകൾ വെച്ച് ആഹ്ലാദം നടത്തുന്നു. നല്ല വിശപ്പ് തുടങ്ങി. തമിഴ്നാട്ടിൽ ബോർഡർ വെച്ച് വീട്ടിലെ ഊണ് കണ്ടു. അപ്പം ഞങ്ങൾ ഇറങ്ങി നല്ല ഫുഡ് കഴിക്കാന്നുള്ള പോലെ ഇറങ്ങി. അപ്പം ഞങ്ങളെല്ലാവരും കൂടി ഒരു സെൽഫി എടുത്തു. ഒരു ചെറിയൊരു വീടിൻ്റെ ഉള്ളിലാണ് കേട്ടോ. ഞങ്ങൾ ഊണ പറഞ്ഞത് നല്ല സാമ്പാറും ചിക്കനും പറഞ്ഞു. ചേച്ചിയാണ് നമുക്ക് ഫുഡ് വിളമ്പുന്നത്. അതിനുശേഷം ഞങ്ങൾ വീണ്ടും യാത്ര തുടങ്ങി. നല്ല ഒരു ഹൈവേ ആണ് ഞങ്ങൾക്ക് കിട്ടിയത്. നല്ല സ്മൂത്തായിട്ട് പോയി. അങ്ങനെ ഇടയ്ക്ക് മഴയും കിട്ടി. മഴ കൊണ്ടാണ് ഞങ്ങൾ യാത്ര ചെയ്യുന്നത്. അങ്ങനെ ഞങ്ങൾ കൊടൈക്കനാലിലെ ഹിൽ ടോപ്പിലെത്തി. എന്താ നല്ലൊരു വ്യൂ ഉണ്ട്. അഖിലുണ്ട് കൂടെ. പിള്ളേരവിടെ എന്തൊക്കെയോ കാണിക്കുന്നതായി ശ്രദ്ധ. കൊടൈക്കനാൽ വന്ന മസ്റ്റായിട്ട് ഞാൻ വിസിറ്റ് ചെയ്യണ ഒരു സ്ഥലമാണിത്. നല്ല വ്യൂ ആണ്, അതേപോലെ തന്നെ നല്ല ഫുഡുമാണ്. ഇപ്പം ഞങ്ങളങ്ങനെ കൊടൈക്കനാലെത്തി. കാര്യം നമ്മളവിടെ എത്തിയിരിക്കുകയാണ്. നല്ല മഴയുണ്ട്. അതാണ് ഞങ്ങളുടെ കോട്ടേജ്. രാത്രി ഡാൻസും പാട്ടെല്ലാം കഴിഞ്ഞ് കാലത്തുള്ള വ്യൂ ആണത്. ഞങ്ങൾ വട്ടക്കനാലിലാണ് സ്റ്റേ ചെയ്തത്. എല്ലാ വട്ടം വരുമ്പോൾ ഇവിടെ തന്നെയാണ് ഞങ്ങൾ സ്റ്റേ ചെയ്യാറ്. ഇതിപ്പോൾ കാലത്ത് എണീച്ചിട്ട് വരത്തിരിക്കുകയാണ്. ഇനി അടുത്ത് ചെറിയൊരു പരിപാടി. അതിനിടയ്ക്ക് റീൽസിൻ്റെ വീഡിയോസൊക്കെ എടുത്തു. കാലത്തുള്ള വ്യൂവിലൊരു ഫോട്ടോ എടുക്കാനുള്ള സെറ്റപ്പിലാണ് രാവിലെ മകിലും. അത് കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും ഫുഡ് കഴിക്കാൻ വേണ്ടി പോയി. അവിടെ ഉണ്ടായിരുന്നു നല്ല വ്യൂ. നല്ല ചൂടുള്ള ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുള്ള ആഗ്രഹത്തിലാണ് ഞാൻ നിൽക്കുന്നത്. എന്താ വരാൻ പോകുന്നത് നോക്കാം. ബെഡ് റോസ്റ്റും ദോശയോട് പറഞ്ഞത് ഈ നല്ല തണുപ്പത്ത് ചൂടുള്ള ബെഡ് റോസ്റ്റ് കഴിക്കുമ്പോൾ തന്നെ നല്ല സുഖമാണ്. അത് ഞങ്ങൾ ഡോൾഫിൻ ഹൗസ് കാണാൻ പോയി. കാലത്ത് തന്നെ വൻ ടാസ്ക്കായിരുന്നു. ഇറങ്ങാൻ നല്ല സുഖമായിരുന്നു കേട്ടോ. അതിനിടെയുള്ള ഒരു വ്യൂ ആണിത്. ഈ ചായക്കട ഞാൻ മിസ് ചെയ്യാറില്ല. വരുമ്പോഴെല്ലാം അവിടെ നിന്ന് ഞങ്ങൾ ഫുഡ് കഴിക്കാറുണ്ട്. ഇതുപോലും മിസ് ചെയ്തില്ല. നല്ല ഫ്രഷ് വെജിറ്റബിൾസ് ഉണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഫ്രൂട്ട്സും ഉണ്ട്. കണ്ടില്ലേ, മെനൂസ് കണ്ടില്ലേ.
കയറാനുള്ള ബുദ്ധിമുട്ടായിരുന്നു സഹിക്കാൻ പറ്റാത്തത്. ഏത് കളറാ? ഓ പിന്നെ നീ ഏതെങ്കിലും തൊട്ടിച്ചാൽ പച്ച റെഡ് ബലൂൺ കാണാൻ കണ്ണട പറ്റിയെന്ന് ആദ്യം രണ്ട് കളറാണ്. സ്റ്റഡി ഷൂട്ട്. ഇത് ലേക്കിൻ്റെ അവിടുത്തെ സ്ഥലമാണ്. അവിടെ നിന്നപ്പോൾ ഒന്ന് വെടിവെക്കാനൊരു ആഗ്രഹം, അങ്ങനെ ഇറങ്ങിയതാണ് എല്ലാവരും. അടുത്ത അപർണയുടെ ടേണാണ്. അപർണ പൊളിക്കോ നോക്കാം. റെഡി? ഒട്ടിച്ചു. അടുത്ത തകിലാണ് പൊളിക്കടി. അത് പൊളിക്കും. ഗൈസ് കോടാമഞ്ഞിൻ താഴ്വാരയിൽ ബൗലി പടക്കുതിരയാണ്. ചുന്തിരി കുട്ടപ്പനാണ്. ഇവിടെ വരെ നമ്മളെത്തിച്ചത് സ്വത്തുകുട്ടിയാണ് നമ്മളെ. അത് കഴിഞ്ഞ് ഞങ്ങൾ വാക്സ് മ്യൂസിയം കാണാൻ തന്നെ പോയത്. അതിൻ്റെ ഫ്രണ്ടിൽ തന്നെ നല്ല കാണാൻ രസമുണ്ട്. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഹൊറർ ഹൗസിലേക്ക് കയറാനുള്ള സെറ്റപ്പിലാണ്. അപ്പോൾ ആ കാണാൻ നമുക്ക് ആരൊക്കെ പേടിക്കില്ല എന്നുള്ളത്. നല്ല രീതിയിൽ പേടിച്ചിട്ടുണ്ട്. പേടി പുറത്ത് കാട്ടിയില്ലെങ്കിലും അത് കഴിഞ്ഞ് ഞങ്ങൾ പോയി നേരെ സൂയിസൈഡ് പോയിന്റിലേക്കാണ്. പണ്ടത്തെ പോലെ തന്നെ എല്ലാവരും മാറ്റമൊന്നുമില്ല. എന്നാലും ഒന്നുകൂടി കാണാമല്ലോ, രസമല്ലേ. ഇപ്പം ഞങ്ങൾ നിൽക്കുന്നത് പില്ലർ റോക്കാണ് വന്നിരിക്കുകയാണ്. നല്ല മഴയുടെ ഒരു കൂളുണ്ട്. മഴയും പെയ്തിട്ടുണ്ട്. ബാക്കിയൊക്കെ കാണാം. ആ നിൽക്കുന്ന കാട്ടുപോത്താണ്. അതിനുശേഷം ഞങ്ങളിപ്പോൾ ഇത് ഗുണാകേവിക്കാണ്. ഗുണാകേവ് ഇപ്പോൾ ഫേമസ് ആണല്ലോ മഞ്ഞ പൈസ ഇറങ്ങിയ ശേഷം. ബാക്കി ഇഷ്ടങ്ങളും കാണാം. അതിനുശേഷം ചെറിയൊരു വ്യൂ പോയിൻ്റാണ്. വ്യൂ പോയിന്റിലേക്ക് വന്ന് കൊടൈക്കനാൽ കാണാൻ പറ്റുമെന്നാണ്, മൊത്തം കാണാൻ പറ്റുമെന്നാണ് പറയുന്നത്. ഇനി നെക്സ്റ്റ് ഞങ്ങൾ പോകുന്നത് പോണ്ടിലേക്കാണ്. ബാക്കി വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ